പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ എല്ലാവരെയും ജെനിസ് മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ജെനിസ് മീഡിയ ഈ ദിവസങ്ങളെല്ലാം വ്യത്യസ്തമായ വിഷയങ്ങൾ കൊണ്ടുവരികയാണ്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, വ്യക്തിപരമായി ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ വചന പ്രഘോഷങ്ങൾ അല്ലെങ്കിൽ ധ്യാനങ്ങളും ആരാധനയും ഷോർട്ട് ഫിലിമുകളും അല്ലെങ്കിൽ നമ്മളെ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വാർത്തകളൊക്കെ നമ്മളിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളാണ് നമ്മൾ ഈ സിനിമ വിഷയങ്ങളായിട്ട്, മുൻകാലങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജോമോന്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ പ്രേമം, അങ്ങനെ കുറെ സിനിമകൾ, പള്ളിക്കകത്തുള്ള ഷൂട്ടിങ്, ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ജെനിസ് മീഡിയയോടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ സിനിമ വിവാദങ്ങൾ, ഈശോ അല്ലെങ്കിൽ കേശു, പിന്നെ ചേര അല്ലെങ്കിൽ ഖുറാത്ത്, അങ്ങനെ കുറെ സിനിമകളെ കുറിച്ച് ഈയിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത്, ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശത്രുക്കള് സത്യം പറയുകയാണെങ്കിൽ സിനിമാക്കാരെല്ലാം തോന്നുന്നു. ശത്രുക്കളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. എന്തോന്നറിയില്ല, അവരുടെ പ്രതികരണങ്ങളും ഇന്ന് അവര് സ്റ്റാറാവാൻ, ഒരു സ്വയം സ്റ്റാറാവാൻ പരിശ്രമിക്കാൻ തോന്നുന്നു. നമുക്ക് ഒരു ഇന്ത്യൻ പൗരൻ നിലയ്ക്ക് നമ്മളിപ്പോ താലിബാനിലൊന്നല്ല അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനൊന്നല്ല നമ്മൾ ജീവിക്കുന്നത്. ഒരു ഇന്ത്യൻ പൗരൻ നിലയ്ക്ക് നമുക്ക്, അല്ലെങ്കിൽ ഇപ്പം എന്തിനാപ്പം നിയമസഭയിലെ ഭരണപക്ഷം പ്രതിപക്ഷം എന്ന, അല്ലെങ്കിൽ ലോകസഭയിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്നൊരവസ്ഥ എന്തിനാ? അങ്ങ് ഭരണപക്ഷം പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും അങ്ങ് എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മതിയല്ലേ? പിന്നെ ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ അവരെ എന്തിനാ വിമർശിക്കേണ്ട ആവശ്യം എന്തിനാ? അങ്ങനെ എല്ലാവരും അങ്ങ് എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മതിയല്ലേ? അപ്പൊ വിമർശനം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു ഭാരത സ്വാതന്ത്ര്യത്തെ വിലയിരുത്തിക്കൊണ്ട് നമുക്കൊക്കെ വിമർശിക്കാൻ ഉള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് വിമർശിക്കണം. ആ വിമർശനം എന്ന് പറയുന്നത് നശിപ്പിക്കാനല്ല. വിമർശനം എന്ന് പറയുന്നത് നശിപ്പിക്കാനല്ല, മറിച്ച് അതിനെ ശക്തിപ്പെടുത്താനും അത് കൂടുതൽ ആലോചിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിമർശനം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വിമർശിക്കുന്ന വ്യക്തികളൊക്കെ തീവ്രവാദികളും സംഘികളാക്കി മാറ്റുക എന്നുള്ള ഒരു ചിന്താഗതി ഈ ദിവസം 2-3 ദിവസങ്ങളായിട്ട് ചില വ്യക്തികള് അങ്ങനെ വീണ്ടും പറയുന്നത്, ഞാൻ അവരുടെ പേരും നാളൊന്നും പറയുന്നില്ല, ഇന്ന് ഉപഗ്രഹ ചാനലിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്നു. സ്റ്റാർ ആവും, മാക്സിമം സ്റ്റാർ ആവും. ക്രിസ്ത്യാനിറ്റിയുടെ ആ ഒരു പവറിലല്ല നിങ്ങൾ സംസാരിക്കുന്നത്, മറിച്ച് വികാരം, അതെ ഞങ്ങൾക്കുണ്ടാകുന്ന വികാരമാണ് നിങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആക്കോട്ടെ. ഞാൻ ആവശ്യിക്കുന്നത് ഇപ്പൊ അവിടെ കിടക്കട്ടെ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നത് വേറൊരു സിനിമ. ആ സിനിമയുടെ പോസ്റ്ററുകൾ ഞാൻ ശ്രദ്ധിച്ചു, അതിന്റെ ഫേസ്ബുക്ക് ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യം. ഇത് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാവേ, ഒരു കത്തോലിക്ക വിശ്വാസിക്ക് സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. കാരണം വിശുദ്ധ കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ജനനം മുതൽ ഉത്ഥാനം വരെ ധ്യാനിക്കാനാണ് ഒരു കൊന്ത എന്ന് പറയുന്നത്. അത് സന്തോഷത്തിന്റെയും പ്രകാശത്തിന്റെയും ദുഃഖത്തിന്റെയും മഹിമയുടെയും രഹസ്യങ്ങള് ധ്യാനിക്കുക. ഒരു കത്തോലിക്കൻ നിലയ്ക്ക് ആ വ്യക്തി അവിടെ ഓരോ ദിവസവും ഇത് ധ്യാനിച്ചുകൊണ്ട് മുന്നേറുന്നതാ. ഇതിലെ ഒന്നാം രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളവാർത്തയാ. മംഗളവാർത്ത തന്നെയാ സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യം, മംഗളവാർത്ത. ഈ ഭൂമിയിൽ പാപത്തിന്റെ അടിമത്തിൽ കിടക്കുന്ന ജനത്തെ രക്ഷിക്കാൻ മരിച്ചവരും ഇനി ജനിക്കാൻ പോകുന്നവരും അവിടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് 40-ാം ദിവസം സ്വർഗത്തിൽ എടുക്കപ്പെട്ട് ആ പാപങ്ങൾക്കെല്ലാം മോചനം ലഭിക്കാൻ വേണ്ടി അതാ ഈ ലോകപുത്രനല്ല, ദൈവപുത്രൻ മനുഷ്യരൂപത്തില് കടന്നു വരാൻ പോകുന്നു എന്ന് പറയുന്ന മംഗളവാർത്ത. അതാണ് ഒന്നാം സന്തോഷത്തിന്റെ രഹസ്യം. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഈ സന്തോഷം ഒന്നാം രഹസ്യം എന്നാണ് മനസ്സിലാവുന്നത്. ഈ സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യം എന്ന് പറഞ്ഞപ്പോ ഒരു സിനിമ ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്. കുറെ പേര് കണ്ടുകൊണ്ടിരിക്കണം, നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതൊക്കെ അവരുടെ ഇഷ്ടം, നല്ലതോ പൊട്ടയോ എന്ന് അറിയിക്കട്ടെ. കല്യാണം കഴിക്കാത്തവർ ഒരുമിച്ച് 11 ടുഗദർ
ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഒരു എന്താ പറയുക, ഒരു പത്രക്കാരിയോ അല്ലെങ്കിൽ ഒരു നടന്റെയോ ഒരു കഥയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഒറ്റ ടേക്കിന് എടുക്കുന്ന ഒരു കഥ. അതിൽ പറയുന്ന ഒരു വാക്കുകൾ ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ഗർഭിണിയാവുന്നോ, വിവാഹത്തിന് മുമ്പിനെ ഒരു ഗർഭിണിയാവുന്നു എന്നൊരു സംശയം, അല്ലെങ്കിൽ ഗർഭിണിയായി എന്തോ ആവട്ടെ. ഈ ഒന്നാം രഹസ്യം എന്ന് പറയുന്നത് എന്നതാ? പരിശുദ്ധ കന്യാമറിയം പ്രസവിക്കാൻ പോകുന്ന മംഗളവാർത്ത. അപ്പൊ അമ്മ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാ സംഭവിക്കുന്നൊക്കെ ചോദിക്കുമ്പോ അമ്മ പറയാ, ഗബ്രിയേൽ മാലാഖ പറയുന്നത് എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ അത് സംഭവിക്കും. കാരണം ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നൊക്കെ അങ്ങനെയാണ് വചനം. കാരണം വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹ നിശ്ചയം അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ വിവാഹ നിശ്ചയം അല്ലെങ്കിൽ ഔസപിതാവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ പരിശുദ്ധ അമ്മ അത് ഗർഭിണിയാവുന്ന ഒരു വാർത്ത, ആ ഒരു ചിന്തയിലാണോ, അതിനെ വേറൊരു രൂപത്തിൽ കണ്ടുകൊണ്ടാണോ വിവാഹം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് പരിശുദ്ധ കന്യാമറിയം ഗർഭിണിയാകുന്നു എന്ന ആ ലക്ഷ്യത്തിലാണോ ഈ ലവിങ് ടുഗദർ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാന്നുള്ള ഒരു ചിന്തയുമായി ആശയവുമായി ഈ സിനിമ ഇറങ്ങിയിട്ടുള്ളത്? സിനിമയിൽ അഭിനയിച്ച റീമ കല്ലിങ്കലാണേലും ജിതിനാണേലും ഇനി ഡോൺ അതിന്റെ ഡയറക്ടർ ആണേലും ഇനി അത് പ്രൊഡ്യൂസ് ചെയ്ത ആരായിക്കോട്ടെ, കുറെ ക്രൈസ്തവ പേരുകളിൽ കാണുന്നത് അവരാരാവട്ടെ, ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും ഹിന്ദു ആണെങ്കിലും ആരായിക്കോട്ടെ, നിങ്ങളുടെ ഉദ്ദേശം എന്താ ശരിക്കും പറയണമെങ്കിൽ? സിനിമ വിജയിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ ബൈബിൾ ആസ്പദമാക്കിയും ബൈബിൾ വചനങ്ങളെ ദുരുപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈശോ നാമം പേരൊക്കെ ദുരുപയോഗിച്ച് മുന്നേറാനാണോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്? ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട്, ഇതൊരു വികാരം പ്രകടമാക്കുന്നതല്ല, മറിച്ച് ഇതൊക്കെ സഭയിലെ ശക്തമായി വർഷങ്ങളെ ആരാധിക്കുന്ന യേശുവിനെയും ബഹുമാനിക്കുന്ന പരിശുദ്ധ കന്യാമറിയെയും ഔസേപിതാവിനെയും ഒക്കെ നിങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും വർഷങ്ങളായി കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കോ, ഇത് മലയാള സിനിമയെ തകർക്കാനുള്ള ഗൂഢതന്ത്ര അത്. കാരണം മലയാളം നല്ല രീതിയിൽ മുന്നേറിണ്ടിരിക്കുന്ന മലയാള സിനിമകൾ ഇല്ലേ, എത്രയോ നല്ല നല്ല സിനിമകളുണ്ട്. ഈ സിനിമകളുടെ ലോകം മുഴുവൻ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലയാളം, ഈ മലയാളത്തെ തകർക്കാൻ ഇങ്ങനെ മതങ്ങളെ കൂട്ടിയിടിപ്പിച്ചുകൊണ്ട്, വ്യക്തികളെ കൂട്ടിയിടിപ്പിച്ചുകൊണ്ട്, മതവികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് മുന്നേറുന്ന ഈ കുടില തന്ത്രങ്ങളുണ്ടല്ലോ, ഹല്ലേലൂയ. ഇതൊക്കെ ഞങ്ങളൊക്കെ പറയുമ്പോൾ പൊട്ടിത്തെറിക്കുമ്പോൾ തീവ്രവാദിയായി മാറുകയാണ്, ഇല്ലെങ്കിൽ സംഘികളായി മാറുകയാണ് അല്ലെ. ഇനി ആരെങ്കിലും ഒരാൾ പറയേ, ഏതെങ്കിലും പ്രസംഗത്തിൽ പറയേ, എന്നിട്ട് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ മറ്റൊക്കെ ഇട്ട് ഫേമസ് ആവാം, ഇത് അടുത്ത തീവ്രവാദി പൊന്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്റെ ദൈവമക്കളെ, നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാം രഹസ്യം എന്താണ്? ഈ ഒന്നാം രഹസ്യം എന്ന് പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ലേ? സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യം എന്തെന്നൊക്കെ പറയുമ്പോഴില്ലേ, അതിന് പിന്നിൽ കുറെ ദൈവിക രഹസ്യങ്ങളുണ്ട്. മംഗളവാർത്തയാണത്. ദൈവപുത്രൻ ഇതാ ജനിക്കാൻ പോകുന്നുള്ള സന്തോഷത്തിന്റെ വാർത്തയാണത്. ഈ വാർത്തയാണ് നിങ്ങൾ എന്നെ ചെയ്യുന്നത്, സിനിമയ്ക്ക് ഇട്ട് ആ സിനിമയിലെ കഥ വരെ വളച്ച് ഒടിച്ച് അതാ കല്യാണത്തിന് മുമ്പേ ഗർഭിണിയാകുന്നു അല്ലെങ്കിൽ ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്ന ഈ കഥ, നിനക്ക് പിന്നിലുള്ള നിഗൂഢതകൾ എന്നതാ? കാശിനാക്കാനാണോ? അതോ ഇങ്ങനെയുള്ള സിനിമകളിലൂടെ മാക്സിമം ക്രിസ്തു മതത്തെ ഇല്ലാതാക്കാനാണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവമക്കളെ, ഇതൊക്കെ പ്രതികരിക്കുക. നിങ്ങളെ സിനിമകൾ നിങ്ങൾ കാണാതിരിക്കുക. നിങ്ങളെ സിനിമകളൊക്കെ സമൂഹത്തെ നശിപ്പിക്കുകയാണ് നിങ്ങൾ. ചിലപ്പോൾ നല്ല സ്റ്റോറി ആയിരിക്കാം, പക്ഷെ അവര് പറയും ഞങ്ങള് പേരും സിനിമയായിട്ട് ഒരു ബന്ധവുമില്ല. എങ്ങനെ പേരും സിനിമയായിട്ട് ഒരു ബന്ധവുമില്ല? പേരും സിനിമയായിട്ട് ബന്ധമില്ലെങ്കിൽ ഈ സിനിമയും ആ പേരും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കുക നിങ്ങള്. ബന്ധമുണ്ടത്. അത് കത്തോലിക്ക വിശ്വാസികൾക്ക് അറിയുള്ളോ അത് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ മംഗളവാർത്ത ആരൊക്കെ ധ്യാനിക്കുന്നുവോ അവർക്കൊക്കെ അറിയാം അതിന് ബന്ധമുണ്ട് എന്ന്. ദൈവങ്ങളെ, ഇങ്ങനെയുള്ള സിനിമകളെ ബഹിഷ്കരിക്കുക, ഇല്ല വേണ്ടാന്ന് വെക്കുക. പ്രതികരിക്കുന്നവർക്ക് പ്രതികരിക്കുക. നിങ്ങള് ഞാൻ നിർത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള സിനിമ വ്യവസായങ്ങൾ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.